Hi friends, welcome back. India's most powerful smartphone, the complete flagship. അങ്ങനെയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. iQOO 9T. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ കിട്ടി നമ്മൾ കുറേ ദിവസം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ സംഗതികളൊക്കെ ഉള്ളത് തന്നെയാണോ? സത്യത്തിൽ ഇത് എന്തോരം ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞുതരാം. ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് ഇത് ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് കുറേ ദിവസമായി. പക്ഷേ എങ്കിലും ഇതിന്റെ ബോക്സ് ഓപ്പണിംഗ് ചടങ്ങ് ഞാനൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ബോക്സ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾക്ക് അവിടെ കാണാം. ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഫോൺ ഇരിക്കുന്നുണ്ട്. iQOO 9T ആൽഫ കളർ അല്ലെങ്കിൽ ആൽഫ എഡിഷൻ ആണിത്. നമ്മുടെ BMW സംഭവം അല്ല ഇതിൽ വന്നിരിക്കുന്നത്. ഇത് ബ്ലാക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ BMW കിട്ടിയിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായി. ആ വരയുള്ളതേ ഇതിൽ വരയില്ല. ഏതായാലും ഈ കാണുന്നതാണ് ഫോണിനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കൂടി ഒന്ന് കാണിച്ചു തരാം. കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഇരിക്കുന്നുണ്ട്. ഒരു കേസ്, ഒരു സിം ടൂള്, 120 വാട്ടിന്റെ ചാർജർ ഉണ്ട്. 120 വാട്ടിന്റെ ആണ് നല്ല ചാർജർ ബോക്സിൽ കിട്ടുന്നു. ടൈപ്പ് സി കേബിളും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ഈ ബോക്സ് അങ്ങോട്ട് മാറ്റിവെക്കാം. ഓക്കെ, ഇനി ഫോണിലേക്ക് വരാം. ഇതിന്റെ ഒരു ഓവർവ്യൂവും കാര്യങ്ങളും ലുക്കും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. എങ്ങനെയുണ്ട് സംഗതി? ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ഡിസൈൻ ആണ്. ബാക്കിൽ AG ഗ്ലാസ് പ്രൊട്ടക്ഷൻ, ഫ്രണ്ടിൽ സ്കോട്ട് സെൻസേഷൻ ഗ്ലാസ് പ്രൊട്ടക്ഷൻ, IP52 റേറ്റിംഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓവർ വെയിറ്റ് ഒന്നുമില്ല, ബട്ട് എങ്കിലും ഇതിന്റെ വെയിറ്റിന്റെ അളവ് നോക്കുമ്പോൾ വെയിറ്റ് തോന്നും. 205 ഗ്രാം ആണ്. 8.37 mm ആണ് തിക്നെസ്. സോ വല്ലാത്ത ഒരു കനം കുറഞ്ഞ ഫോണെന്നോ അല്ലെങ്കിൽ സ്ലിം എന്നോ ഒന്നും പറയാനില്ല. ഒരു ഡീസന്റ് കണ്ടീഷൻ. 205 ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ വെയിറ്റ് കൂടുതലാണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, കയ്യിൽ പിടിക്കുമ്പോൾ അങ്ങനെ ഓവർ വെയിറ്റ് ഒന്നും തോന്നുന്നില്ല. വെൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ഇതിന്റെ വെയിറ്റ്. നന്നായിട്ടുണ്ട് സംഗതി. ഇതിന്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് ഒക്കെ സിമ്പിൾ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഇതിന് ഡുവൽ നാനോ സിം ആണ്. മെമ്മറി കാർഡിന്റെ ഓപ്ഷൻ ഒന്നും വരുന്നില്ല. ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗ്രില്ല്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ. ലെഫ്റ്റ് സൈഡ് കാലിയാണ്, ഒന്നുമില്ല. ടോപ്പ് സൈഡിൽ IR ബ്ലാസ്റ്ററും നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണും. റിയർ സൈഡിൽ നമുക്ക് ക്യാമറ മോഡ്യൂൾ കാണാം. മോശപ്പെട്ട ഒരു ക്യാമറ, വെറുതെ എണ്ണം തയ്ക്കാൻ വെച്ചിരിക്കുന്ന 3 ക്യാമറയല്ല, നല്ലത് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സലിന്റെ GN5 എന്ന് പറയുന്ന ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയ മെയിൻ ക്യാമറയാണ്. 13 മെഗാ പിക്സലിന്റെ നല്ലൊരു വൈഡ് ആംഗിൾ ക്യാമറ കൊടുത്തിട്ടുണ്ട്. 12 മെഗാ പിക്സലിന്റെ ടെലി ആൻഡ് പോർട്രേറ്റ് ക്യാമറയാണ്. സോ മൂന്നും നല്ല ക്വാളിറ്റി സെറ്റപ്പ് ആണ്. ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ അടങ്ങുന്ന 6.7 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ. സോ ഈ ഭാഗത്ത് 3.5 mm ജാക്ക് ഇല്ല, മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ല. ഇങ്ങനെ 2 പോരായ്മകളുണ്ട്, ഓർത്ത് വെക്കുക. പക്ഷേ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഫോണുകളിൽ യൂഷ്വലി ഇപ്പൊ ഇതൊന്നും കാണുന്നില്ല എന്നുള്ളതും ഒരു പോയിന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് കയറി മുറച്ച് അങ്ങ് പരിശോധിക്കാം. ആദ്യമായിട്ട് ഇതിന്റെ പെർഫോമൻസ് 8+ Gen 1 എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് ഏറ്റവും പുതിയ പവർഫുള്ളായ പവർ എഫിഷ്യന്റ് ആയ പ്രൊസസ്സറാണ് ഇതിലിരിക്കുന്നത്. ഈ ഒരു പ്രൊസസ്സർ 10% മുമ്പത്തെ 8 Gen 1നേക്കാൾ ഒരു 10% ഇംപ്രൂവ്മെന്റ് പെർഫോമൻസിലുണ്ട്. 36% പവർ എഫിഷ്യൻസി കൂടുതലുണ്ട്. സോ കുറച്ചുകൂടി ബെറ്റർ ആയ ഹീറ്റ് കൺട്രോളൊക്കെ ഉള്ള TSMC ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. കുറെ കൂടി പവർ എഫിഷ്യന്റ് ആണ്, അതേപോലെ ഹീറ്റ് ഒന്നും വരില്ല എന്നാണ് ഇവർ പറയുന്നത്. സംഗതി സത്യമാണ്, വെറുതെ തള്ളിയതൊന്നുമല്ല. ഗെയിം ഞാൻ കളിച്ചു, നല്ല രീതിക്ക് കളിച്ചു, ഒരു വിഷയമില്ല. ഓവർ ഹീറ്റിങ്ങിന്റെ പ്രശ്നം ഈ ഫോണിൽ വരുന്നില്ല. അതായത് ഈ പ്രൊസസ്സർ ബെറ്ററായി, ഒപ്പം തന്നെ ഇവർ ഈ കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഓവർ ഹീറ്റിംഗ് ഇല്ല. എന്തായാലും ഓവറോൾ നല്ല നോർമൽ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ഇഷ്യൂ ഇല്ല. LPDDR5 RAM, UFS 3.1 സ്റ്റോറേജ്, ഫൺ ടച്ച് OS 12, ആൻഡ്രോയിഡ് 12, ഇങ്ങനെ എല്ലാം കൊണ്ടും നന്നായിട്ടുണ്ട്. പിന്നെ ഈ ഫൺ ടച്ച് OS ഒക്കെ നന്നായി എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതിനകത്ത് ആ മോജ് അല്ലെങ്കിൽ ജോഷ്, മാക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അതൊക്കെ മാറ്റിയിട്ടുണ്ട് തവണ. ഒരുപാട് ഇംപ്രൂവ്ഡ് ആയി എന്ന് പറയാം ഇവര്. പെർഫോമൻസും വളരെ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ആയിട്ടുണ്ട്. ഒരു ഇഷ്യൂ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ നന്നായിട്ടുണ്ട് സംഗതി. പിന്നെ ഈ പെർഫോമൻസിന്റെ ഭാഗത്ത് എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം, ഇപ്പൊ നമ്മൾ ഈ ഒരു റേഞ്ചിലെ ഇപ്പൊ ഇറങ്ങുന്ന ഫോണുകൾ 8+ Gen 1 വെച്ചിട്ട് ഇറങ്ങുന്ന ഫോൺ നോക്കി OnePlus 10T ഇറങ്ങുന്നുണ്ട്. അത് ഇതേ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. 8+1 Gen പ്രൊസസ്സർ തന്നെയാണ് അതിലിരിക്കുന്നത്. LPDDR5 RAM തന്നെയാണ്, എല്ലാം സെയിം ആണ്. പക്ഷേ പെർഫോമൻസിൽ ഇവിടെ ഒരു അഡ്വാൻറ്റേജ്, ഇവർ ഒരു സെപ്പറേറ്റ് വിവോ V1 ചിപ്പ് എന്ന് പറയുന്ന വിവോയുടെ സെപ്പറേറ്റ് ചിപ്പ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓവറോൾ ഗെയിമിംഗ് പെർഫോമൻസും ഓവറോൾ ക്യാമറ പെർഫോമൻസും ഇത്തിരി ബെറ്റർ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചിപ്പ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഗുണമുണ്ടോ എന്നുള്ളത് ഞാൻ ഗെയിമിങ്ങിന്റെ സെക്ഷനിൽ പറഞ്ഞുതരാം. എന്തായാലും ഓവറോൾ ഇങ്ങനെയാണ് ഇതിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ്. കൊള്ളാം. പിന്നെ ഈ OS അപ്ഡേറ്റിന്റെ കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാം. ഇവരും 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും തരുന്നുണ്ട്. നല്ല കാര്യം. എല്ലാ ബ്രാൻഡുകളും ഇത് ഫോളോ ചെയ്യണം. വാങ്ങിക്കുന്നവരൊരു 3-4 വർഷം ഉപയോഗിക്കാനുള്ളൊരു ധൈര്യമായിട്ട് ഉപയോഗിക്കാനുള്ളൊരു സെറ്റപ്പ് എല്ലാ ബ്രാൻഡിലും കിട്ടുകയാണെങ്കിൽ നന്നായി, വളരെ നന്നായി. ഇനി ഇതിന്റെ ബാറ്ററിയുടെ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഗെയിമിലേക്ക് പോയാലോ. ബാറ്ററി 4700 mAh ആണ്. ബാറ്ററി ലൈഫിലൊന്നും ഇഷ്യൂസ് ഇല്ല. നല്ല പവർ എഫിഷ്യന്റ് ആയ പ്രൊസസ്സർ ആയതുകൊണ്ട് നല്ല ബാറ്ററി ലൈഫ് നമുക്ക് സുഖമായിട്ട് ഒരു ദിവസത്തേക്ക് കിട്ടുന്നുണ്ട്. 120 വാട്ടിന്റെ ചാർജർ കൊടുത്തിട്ടുണ്ടേ 100% ചാർജ് ആവാൻ, 0 നിന്ന് 100 ആവാൻ 20 മിനിറ്റ് മതി എന്നാണ് കമ്പനി പറയുന്നത്. ഇതിന്റെ ഫാസ്റ്റ് ചാർജിങ് ശരിക്കും അത്ര ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഷോർട്ടായിട്ട് ഞാൻ അത് കൃത്യമായിട്ട് ചെയ്ത് ഫാസ്റ്റ് ചാർജ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്.
ഇത് കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ആ വീഡിയോ വരും. നിങ്ങൾക്ക് ഷോർട്ടിൽ ചെക്ക് ചെയ്താൽ കാണാം 120 വാട്ട് എത്രത്തോളം നന്നായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നുള്ളത് കണ്ട് തന്നെ മനസ്സിലായിക്കോളും. എന്നാൽ ഈ ബാറ്ററിയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട്. നമ്മൾ പെർഫോമൻസ് പറഞ്ഞപ്പോൾ 8+ Gen 1 OnePlus 10Tയിലും ഇതിലും ഒരുപോലെ ഉണ്ട്. എന്നാൽ ഇതിൽ V1+ ഉള്ളത് കൊണ്ട് ഇതിന് ബെറ്റർ ആയ ഒരു പെർഫോമൻസ് തരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ബാറ്ററിയുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. 4800 mAh ബാറ്ററി 160 വാട്ട് ചാർജിങ് ഒക്കെ OnePlus 10Tയിലുണ്ട്. സോ അവിടെ അതിനാണ് ഗുണം കൂടുതൽ ഈ ബാറ്ററിയുടെ മേഖലയിൽ. അതും ഒന്ന് മൈൻഡിൽ വെച്ചോളൂ. ഈ ഒരു കമ്പാരിസൺ എന്ന രീതിയിൽ കൂടി നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒന്ന് നോട്ട് ചെയ്യുന്നത് ഉപകാരപ്പെടും. ഇനി ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയോ എക്സലന്റ്. HDR10+ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ഒന്നാം തരം ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട്. E5 AMOLED ഡിസ്പ്ലേ ആണ്. ഇവിടെ OnePlus 10Tയുമായിട്ട് കമ്പയർ ചെയ്താൽ ഇതിനാണ് അഡ്വാൻറ്റേജ്. E4 AMOLED ഡിസ്പ്ലേ ആണ് OnePlus 10Tയിൽ ഇരിക്കുന്നത്. ഇതിൽ E5 AMOLED ആണ്. സോ ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. വളരെ ബെസൽസ് ഒക്കെ വളരെ കുറഞ്ഞ രീതിയിൽ സൂപ്പർ സ്ലിം ആയ രീതിയിലാണ് ബെസൽസ് ഒക്കെ ഇരിക്കുന്നത്. സോ വളരെ നല്ലൊരു ലുക്കാണ് ഇതിന്റെ ഡിസ്പ്ലേക്ക് ഇരിക്കുന്നത്. 1500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ ഈ ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയും OnePlus 10Tനെ നമ്മൾ നോക്കിയാൽ അവിടെ 1200 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസേ വരുന്നുള്ളൂ. സോ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഇതിന് ഒരു മേൽക്കോയ്മയുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇറങ്ങുന്ന സെയിം റേഞ്ചിലുള്ള ഫോണുകളെ തമ്മിൽ കമ്പയർ ചെയ്ത് പറയുകയാണ് നിങ്ങൾക്കൊരു വ്യക്തമായ ധാരണ കിട്ടാൻ വേണ്ടിയിട്ട്. യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ പഠിക്കണ്ട. ഇത് യൂസ്ഫുൾ ആയില്ലെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്തോളൂ. അടുത്ത തവണ ഞാൻ ഇത്തരം വീഡിയോകൾ ചെയ്യുമ്പോൾ ഇത്തരം കമ്പാരിസണുകൾ ഒഴിവാക്കാം. അപ്പോൾ എന്തായാലും ഓവറോൾ ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി വളരെ നന്നായിട്ടുണ്ട്. സ്മൂത്ത് ആണ്. 120 ഹെർട്സ് ഒക്കെ ഉണ്ട്. സെറ്റ് ഗെയിമിംഗ് എങ്ങനെയെന്ന് നോക്കിയാൽ ഒന്നും പറയാനില്ല. അടിപൊളി പെർഫോമൻസ് ആണ്. കാരണം ഇതിൽ കിട്ടാവുന്നതിലേക്ക് ഏറ്റവും പവർഫുൾ ആയ പ്രൊസസ്സറാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ആണ്. മാക്സ് സെറ്റിംഗ്സിൽ BGMI കളിക്കുമ്പോഴും സ്മൂത്തായ പെർഫോമൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിന്റെ ഒപ്പം തന്നെ 1200 ഹെർട്സിന്റെ ഇൻസ്റ്റാന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റും 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. 3930 വേപ്പർ ചേമ്പർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഉണ്ട്. ഇൻ ഡിസ്പ്ലേ ഡുവൽ മോൺസ്റ്റർ ടച്ച് എന്ന് പറയുന്ന എക്സ്ട്രാ ഒരു കൺട്രോൾ സംവിധാനം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഡുവൽ എക്സ് ആക്സസ് ലിനിയർ മോട്ടോറും ഉൾപ്പെടുന്നുണ്ട്. സോ നല്ലൊരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗെയിം പ്ലേ പക്കയാണ്. ഓവർ ഹീറ്റിംഗ് ഇല്ല എന്നുള്ളത് നോട്ട് ചെയ്തോളൂ. ഇതിന്റെ സ്റ്റീരിയോ സ്പീക്കർ, ഇതിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. അതിന്റെ ക്വാളിറ്റി ഞാൻ ഇപ്പോൾ ഒന്ന് കേൾപ്പിച്ചു തരാം. കണ്ടു നോക്കിക്കോളൂ, കേട്ട് നോക്കിക്കോളൂ. സോ രണ്ട് സൈഡും പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഇഷ്യൂ ഇല്ല. നല്ല ഒന്നാം തരം ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വിത്ത് നല്ല ക്വാളിറ്റി. കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ക്വാളിറ്റി ലെവൽ എങ്ങനെയാണെന്നുള്ളത്. ബേസും കാര്യങ്ങളും ഒക്കെ ഡീസെന്റ് ആയിട്ടുണ്ട്. സോ നല്ലൊരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഇതിനകത്ത് വരുന്നുണ്ട്. സോ അപ്പോൾ ഓവറോൾ പെർഫോമൻസ് ആൻഡ് ഗെയിമിംഗ് മേഖലകൾ വളരെ നന്നായിട്ടുണ്ട്. കംപ്ലൈന്റ് ആയിട്ട് പറയാൻ ഒന്നും എനിക്ക് ഇതുവരെ ഫേസ് ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നും എടുത്തു പറയാത്തത്. ഇല്ല, നന്നായിട്ടുണ്ട് ഓവറോൾ ഈ ഫോൺ. പിന്നെ നമ്മൾ ഈ പ്രൈസ് കൊടുക്കുന്നത് 10, 45, 50 രൂപ റേഞ്ച് കൊടുക്കുന്നുണ്ടല്ലോ. ഈ ഒരു പ്രൊസസ്സറൊക്കെ ഉള്ള ഈ ഒരു റേഞ്ച് ഫോൺ എന്ന് പറയുമ്പോൾ കംപ്ലൈന്റ് വരാൻ പാടില്ല. അങ്ങനെ വേണം ഇത് വരാൻ. കംപ്ലൈന്റ് വന്നാൽ മോശമായില്ലേ. അപ്പൊ ഇത് എന്തായാലും ഇപ്പോഴേക്ക് ഇതുവരെ നന്നായിട്ടുണ്ട്. ക്യാമറ കൂടി നോക്കാം നമുക്ക്, എന്നിട്ട് തീരുമാനിക്കാം. മെയിൻ ക്യാമറയുടെ ഇമേജുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. യൂഷ്വലി ഈ റേഞ്ചിലൊക്കെ വരുന്ന ഫോണുകളിൽ നല്ല ഇമേജുകൾ കിട്ടണം, ഇവിടെ കിട്ടുന്നുണ്ട്. iQOO ക്യാമറയുടെ കാര്യത്തിൽ മോശമല്ല. ഇതിന് മുമ്പ് ഇറങ്ങിയ iQOO Neo 6 ലാസ്റ്റ് ഞാൻ റിവ്യൂ ചെയ്ത് നല്ല ക്യാമറയായിരുന്നു. ആ പ്രൈസിലും അത് നല്ലതായിരുന്നു. ഇവിടെയും ഡേ ലൈറ്റിൽ സെൽഫി, മെയിൻ ക്യാമറ, ആർട്ടിഫിഷ്യൽ ലൈറ്റിലായാലും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇമേജുകൾ ഏത് സാഹചര്യത്തിൽ എടുത്താലും നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. സോ ഒരു നല്ല ഇമേജുകൾ എടുക്കാൻ പറ്റുന്ന, നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ക്യാമറയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ പക്ഷേ ഈ സാധാരണ ഫോട്ടോകളൊക്കെ നന്നായിട്ടുണ്ടെങ്കിലും അവിടെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഫോട്ടോകളല്ല, നൈറ്റ് മോഡ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. റിയൽ ടൈം നൈറ്റ് മോഡ്. അതായത് നിങ്ങളിവിടെ സ്ക്രീനിൽ കാണാം, ഞാനൊരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാണ്, അവിടെ ലൈറ്റ് വളരെ കുറവാണ്. നൈറ്റ് മോഡിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്താൽ അത്രയും ബ്രൈറ്റ് ആയി മാറുകയാണത്. കണ്ടോ, ആക്ച്വലി ഇവിടെ അത്ര ലൈറ്റ് ഇല്ല, വളരെ ഡാർക്കാണ്. പക്ഷേ ഫോണിന്റെ ക്യാമറയിലൂടെ ഫോണിന്റെ സ്ക്രീനിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടാണ്. അതായത് ഒരു നൈറ്റ് വിഷൻ എന്നൊക്കെ പറയാം, ആ രീതിയിലുള്ളൊരു ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. ഡിഫറൻസ് നമുക്ക് ഇവിടെ കാണിച്ചു തരാം. ഞാൻ കണ്ടു നോക്കും, ഒരു നോർമൽ സിറ്റുവേഷനിലുള്ള ഇമേജ് അത് നൈറ്റ് മോഡ് ഉപയോഗിച്ചെടുക്കുമ്പോൾ എത്രത്തോളം ബെറ്റർ ആയിട്ട് കിട്ടുന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനിത് ഒരുപാടെണ്ണം എടുത്തു കൂട്ടി, കാരണം ഇത്രയും നല്ല റിസൾട്ട് ഈ ഒരു റേഞ്ചിലെ ഫോണുകളിൽ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് ഇത്രയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തു പറയുന്നത്. ഈ സംഗതി കൊള്ളാം. നൈറ്റ് മോഡൊക്കെ നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നാം തരമായിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ എത്ര എടുത്ത് പറഞ്ഞത് അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇനി ഇതിന്റെ വീഡിയോ ക്വാളിറ്റി ഒക്കെ നോക്കിയാൽ മെയിൻ ക്യാമറയിൽ 4K 60 FPS വരെ ഷൂട്ട് ചെയ്യാം. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒക്കെ വരുന്നുണ്ട്, നന്നായിട്ടുണ്ട്. ഇഷ്യൂസ് ഒന്നുമില്ലാത്ത നല്ല വീഡിയോസ് നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിയും കാണാം. പക്ഷെ ഒരു ചെറിയ പോരായ്മ ഇവരിപ്പോഴും തിരുത്താത്തത്, ഫ്രണ്ട് ക്യാമറയിൽ ഒരു 4K കൊടുത്തിട്ടില്ല. എന്താണല്ലേ ഇത്രയും പ്രൈസ് കൊടുക്കുന്നുണ്ട്, അതിലൊരു 4K ഫ്രണ്ട് ക്യാമറയിൽ വെച്ചാൽ എത്രത്തോളം ഗുണമുണ്ടായിരിക്കും. അത് ഇവരെന്നല്ല, പൊതുവേ ഒരുപാട് ബ്രാൻഡുകൾ അത് ഒഴിവാക്കുന്നത് കാണുന്നത് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഒരുപാട് പേരും സെൽഫിയാണ് ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്നിട്ടും ആ ഒരു സംഗതി അങ്ങ് ഒഴിവാക്കുക. എന്തിനാ അത് ഒഴിവാക്കുന്നത്? അതുകൂടി വെച്ചുകൂടെ? അതിലെന്താണ് വിഷയം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം.
പിന്നെ ഇത് 5G ഫോണാണ് കേട്ടോ. 5G ഒരു 9 5G ബാൻഡുകളൊക്കെ വരുന്നുണ്ട്. സോ അതിലൊന്നും ഇഷ്യൂസ് ഇല്ല. സാർ വാല്യൂ ഒക്കെ നോക്കിയാൽ സേഫ് ആണ്. 1.19 ആണ് ഹെഡ് സാർ വാല്യൂ, 1.24 ആണ് ബോഡി സാർ വാല്യൂ, വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. സോ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിലൊക്കെ HDR-ലൊക്കെ കണ്ടന്റുകൾ സ്ട്രീം ചെയ്ത് കാണാം, വിഷയമില്ല. HDR10+ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. യൂട്യൂബിലൊക്കെ HDR വീഡിയോസ് ഒക്കെ ധൈര്യമായിട്ട് കാണാം. അവിടെ ഒന്നും ഒരു വിഷയമില്ല. ഒരുവിധം വേണ്ടുന്ന എല്ലാ ചെറുകിട ഫീച്ചറുകളുണ്ട്. NFC അടക്കം എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ലാഗും കാര്യങ്ങളും ഇല്ല. ഫേസ് അൺലോക്കും വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ഇതിന്റെ ചെറിയ ചെറിയ ഘടകങ്ങളെല്ലാം പരിശോധിച്ചാലും നീറ്റാണ്. പിന്നെ ക്യാമറയുടെ ഭാഗത്ത് എന്തുകൊണ്ട് OnePlusന്റെ കമ്പാരിസൺ വിട്ടുപോയതാണോ എന്ന് ചിന്തിക്കേണ്ട, വിട്ടുപോയതല്ല. കാരണം ക്യാമറയുടെ മെഗാ പിക്സലിലും മറ്റു കാര്യങ്ങളില്ല, കിട്ടുന്ന റിസൾട്ടിലാണ് കാര്യം ഇരിക്കുന്നത്. സോ അതുകൊണ്ട് അത് കയ്യിലില്ലാതെ ഞാൻ അതിനെ കുറ്റം പറയുന്ന മര്യാദയല്ലാത്തതുകൊണ്ടാണ്. എങ്കിലും മെഗാ പിക്സലുകൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് കൃത്യമായിട്ടൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ട്. OnePlusൽ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ കഴിഞ്ഞാൽ പിന്നെ ഒരു 8 മെഗാ പിക്സൽ, പിന്നെ ഒരു 2 മെഗാ പിക്സലിന്റെ. ഈ 2 മെഗാ പിക്സലൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഗിമിക്കാണെന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുന്ന ഒരു പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ശരിയാണ് താനും, കുറ്റമൊന്നും അല്ല കേട്ടോ. ഇവിടെ പക്ഷേ ഇവർ കുറച്ചുകൂടി നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. 13 വൈഡ് ആംഗിൾ ഉണ്ട്, 12 ടെലിഫോട്ടോ ആൻഡ് പോർട്രേറ്റ് ലെൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഇവർ ബെറ്റർ സ്പെക്ക് കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് നിങ്ങൾ കാണുകയും ചെയ്തു, നന്നായിട്ടുണ്ട്. OnePlusന്റെ ഇമേജുകൾ നിങ്ങൾ കണ്ടു നോക്കുക, എന്നിട്ട് ജഡ്ജ് ചെയ്യുക. അതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ അതുപോലെ ഒരു കമ്പയർ ചെയ്ത് കുറ്റമായിട്ടൊന്നും പറയാണ്ട് നിൽക്കുന്നത്. ഓക്കെ, സോ iQOO 9T എന്ന ഫോൺ ഇത്രയും ദിവസം യൂസ് ചെയ്തതിൽ നിന്നും എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. OnePlus 10T-യുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ആവുമെന്ന് വിചാരിച്ചിട്ട് യൂസ്ഫുൾ ആയോ എന്നുള്ളത് നിങ്ങൾ പറയുക. ഇനി ഇതിൽ 1-2 ചില മത്സരങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. അതായത് iQOOന്റെ ഒന്ന് ആമസോൺ അല്ലെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. iQOO 9T സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ട്യൂട്ടോറിയൽ. ഇങ്ങനെ സെർച്ച് ചെയ്ത് അതിനകത്ത് ചെന്നിട്ട് iQOOന്റെ സൈറ്റിലേക്ക് കയറി ചെന്ന് ചില ആൻസറൊക്കെ കൊടുത്ത് ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് വിടുകയാണെങ്കിൽ ജർമ്മനിയിൽ നടക്കുന്ന DTM റേസ് കാണാനുള്ള ഒരു അവസരം കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ സ്പിൻ ആൻഡ് വിൻ എന്ന് പറഞ്ഞുകൊണ്ട് ആമസോണിൽ കുറെ ഇവരുടെ കോൺടെസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാത്തിലും പങ്കെടുക്കുക. നമ്മുടെ ആൾക്കാർക്ക് തന്നെ അതിന്റെ പ്രൈസ് ഒക്കെ കിട്ടുമെന്ന് പ്രത്യാശിക്കാം. ഇനി ഇതിന്റെ പ്രൈസ് 49,999 രൂപയാണ്. 8GB RAM 128GB സ്റ്റോറേജിന് 50,000 തികഞ്ഞിട്ടില്ല, ₹1 കുറവുണ്ട്. ഓക്കെ, ഇഷ്ടമായില്ല എല്ലാവർക്കും. പിന്നെ ഓഫറും വെച്ചിട്ടുണ്ട് കേട്ടോ. ICICI കാർഡ്, ICICI SB ആണ് ഇതിപ്പോൾ ഏതാ ബാങ്ക് എന്നുള്ളതാണ്. ICICI ബാങ്ക്. ഇവർ ഇടയ്ക്കിടയ്ക്ക് പല പല ബാങ്കുകൾ വരുന്നുണ്ട്. നല്ലതാണ്. ഏത് ബാങ്കായാലും നമുക്ക് ആ കാർഡ് കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ 4,000 രൂപ കേട്ടോ. 4,000 രൂപ ചെറിയ എമൗണ്ട് അല്ല. ICICI കാർഡിന്മേൽ 4,000 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട്. സോ 49,999 എന്നുള്ളത് 45,999 എന്ന രീതിയിലേക്ക് കുറഞ്ഞു കിട്ടും. നല്ല ഡീലാണ്. ഈ പ്രൊസസ്സറും ഈ ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഡിസ്പ്ലേ സെറ്റപ്പും എല്ലാം കൂടി നോക്കുമ്പോൾ ഈ പ്രൈസ് ഒരു ഓവർ പ്രൈസ് ആയിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയില്ല. നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ മറക്കാതെ കമന്റ് ചെയ്യുക. പിന്നെ കഴിഞ്ഞില്ല, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് 2 നല്ല കാര്യങ്ങൾ കൂടിയുണ്ട്. 1 ഇയർ പ്ലസ് 1 ഇയർ 1 ഇയർ വാറണ്ടി ഓൾറെഡി ഉണ്ട്, പ്ലസ് ഒരു 1 ഇയർ കൂടി ഇതിന് വാറണ്ടി ഉണ്ട്. 2 ഇയർ വാറണ്ടി ഉണ്ട് ഈ ഫോണിന്. നല്ലൊരു കാര്യമാണ്. പ്ലസ് 6 മാസത്തെ ആക്സിഡന്റൽ ഡാമേജ് ആൻഡ് ലിക്വിഡ് പ്രൊട്ടക്ഷൻ. വെള്ളം കയറി അല്ലെങ്കിൽ താഴെ വീണ് പൊട്ടുക ചെയ്താൽ ഒരു വാറണ്ടി 6 മാസത്തെ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൂടി ഇവർ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാം. അവർ തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. അതിന്റെ പ്രൈസും കാര്യങ്ങളും ഓഫറും വാറണ്ടിയും ഒക്കെ അടക്കമുള്ളത് ഞാൻ അതിൽ കണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഇത് ഒരു നല്ല ഘടകമാണ്. ഒരു സേഫായിട്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഇതിലൂടെ വരികയാണ്. സോ ഇത്തരത്തിലുള്ള ഓഫറുകൾ എല്ലാ ബ്രാൻഡുകളും തരുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നന്നായി. പിന്നെ ഇതിനൊക്കെ സർവീസ് ഉണ്ട് കേട്ടോ. പഴയ പോലെ അല്ലെങ്കിൽ വിവോയുടെ സർവീസ് സെൻ്ററുകൾ 650-ലധികം വരുന്ന സർവീസ് സെൻ്ററുകളിൽ സർവീസും കിട്ടും. സോ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ നോക്കുമ്പോൾ ഈ പ്രൈസും ഈ വാറണ്ടിയും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഈ ഫോൺ ഒരു നല്ല ഒന്നാം തരം ഫോണായിട്ടാണ് തോന്നുന്നത്. പക്ഷേ നിങ്ങളാണ് എനിക്കിതിൻ്റെ ആൻസർ പറയേണ്ടത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്. സോ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേ വേണ്ട. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.